ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ബുക്ക് മാർക്കാണ് ചെയ്യുന്നത്. സെക്കൻഡ് ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ എങ്ങനെ പേജ് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മൾ ഫസ്റ്റ് 5 സെൻറ്റിമീറ്ററിലൂടെ വരച്ചു. അതിന് ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ 5 സെൻറ്റിമീറ്റർ ഈ ഗ്യാപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തും എടുക്കാം ബുക്ക് മാർക്കായി യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം വരയ്ക്കാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് സ്പേസിലാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ ബുക്ക് മാർക്കെല്ലാം. നിങ്ങൾക്ക് എത്ര സ്പേസ് ലെങ്ത് ഉണ്ടോ നിങ്ങളുടെ പേജിന് അത്രയും ചെയ്താൽ മതി. ആൻഡ് ഇന്ന് നമ്മൾ വേറെ ഹാരി പോട്ടർ തീമിൽ തന്നെയുള്ളത് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ടോപ്പ് പാർട്ടിൽ ഹാരി പോട്ടറിൻ്റെ ഫേസ് ഉള്ള ഒരു ബുക്ക് മാർക്കാണ് വരയ്ക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനൊരു വി പോലെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ ഒരു വി പോലെ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഹില്ലൊക്കെ വരയ്ക്കില്ലേ, അതൊക്കെ വരയ്ക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് വരയ്ക്കണം. ഇത് ഞാൻ വരച്ചിരിക്കുന്ന പോലെ അതേ ഓർഡറിൽ തന്നെ വരയ്ക്കണം. മാൻഡേറ്ററി ആണോ ചോദിച്ചാൽ അതെ, കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ ഇത് വരയ്ക്കുന്നതാണ്. ഇനി ഈ ഒരു പാർട്ടിൽ നമ്മളിത് ഇങ്ങനെ എന്നൊന്ന് കൊടുക്കും ഈ ഗ്യാപ്പിൽ. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു സർക്കിൾ കൊടുക്കുന്നു, ഇവിടെയും ഞാനൊരു സർക്കിൾ കൊടുക്കുന്നു, ഏകദേശം ഈക്വൽ ആയിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു കേർവ്ഡ് ലൈൻ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ചെറിയ ഇത് കൊടുക്കുകയാണ്. ആൻഡ് ഐ എം ഗിവിങ് ദ ഫേസ് ലൈക്ക് ദിസ്. ഇനി ഞാൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലൈൻ വരച്ചു, പിന്നെയും ഒരു ലൈൻ വരച്ചു. ഇനി ഇതിനെല്ലാം സ്ക്വയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മളിതിങ്ങനെ എസ് ഷേപ്പിൽ കൊടുത്തു. ഐ ജസ്റ്റ് ഷോ യു വൺസ് അഗൈൻ. ഇങ്ങനെ എസ് ഷേപ്പിൽ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പോയിൻ്റ് തന്നെ വീണ്ടും കൊടുത്തിട്ട് അതിലും നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് കൊടുക്കുകയാണ്. ആയില്ലേ? ഇനി നമുക്കിത് കളർ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാവുക. സോ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. വെരി ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് സ്കിൻ കളറാണ്. ഞാനിവിടെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കളർ എടുത്തിട്ട് ഈ ഒരു ഫേസിൻ്റെ ഭാഗമല്ലേ, ഈ ഒരു പാർട്ട് ഇത് ഞാൻ കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്കിൻ കളർ കൊടുക്കാം. ദെയർ ഇസ് നോ പ്രോബ്ലം. കാരണം സ്കിന്ന് എല്ലാവിടെയും വരുന്നതാണല്ലോ. ബാക്കിയൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ലേറ്റർ ഓൺ ചെയ്യാം. നിങ്ങൾ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു ഏരിയയിലൊക്കെ കൊടുക്കാൻ. ഐ എം നോട്ട് ഷുവർ നിങ്ങൾ എത്ര പേര് ഹാരി പോട്ടർ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ദിസ് ഇസ് ജസ്റ്റ് നമ്മളൊരു ഡൂഡിൽ റെപ്രസെൻറ്റേഷനാണ് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട്. ഓൾറൈറ്റ്, എക്സാക്ട്ലി ഹാരി പോട്ടർ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, പക്ഷേ ഡൂഡിൽ റെപ്രസെൻറ്റേഷനിൽ ദിസ് ഇസ് ഹൗ വി ഡ്രോ ഹിം. വി ഹാവ് എ ഗ്ലാസ് ആൻഡ് ഫോർ ഹെഡിൽ എൻ എന്നുള്ളൊരു മാർക്കിങ്സ്. സോ വി ആർ ഡൺ വിത്ത് ദ സ്കിൻ പാർട്ട്. കൊടുത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഐസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഐസ് ഒന്ന് നല്ല ബ്ലാക്കാക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഗ്ലാസസ് നമ്മൾ കൊടുത്തു. ഇനി
ഇത് ഞാൻ ബ്ലാക്കിൽ ഹൈലൈറ്റ് ചെയ്യുകയാണ് ഈ ഹെയറിൻ്റെ ഭാഗം, ബിക്കോസ് നമുക്ക് ഹെയർ ബ്ലാക്ക് കൊടുക്കാനുണ്ട്. സോ വാട്ട് ഐ ആം ഗോണ ഡു ഇസ് ഈ എൻ്റയർ സെഗ്മെൻറ്റ് ഞാൻ ബ്ലാക്കിൽ ഈ ഒരു ഞാൻ മിസ് ചെയ്തത് എൻ്റയർ സെഗ്മെൻറ്റ് ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ബ്ലാക്ക് മാർക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വായിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ബുക്സിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഈ ഒരു ലെങ്ത്തിൽ ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത്രയും നമ്മൾ കൊടുത്തു. ഇത്രയും ഹെയർ പാർട്ട് കൊടുത്തത് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ ടോട്ടൽ പേജിന് ഇത്രയും ലെങ്ത് ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി ഞാൻ എൻ്റെ റെഡ് പെൻ എടുക്കുകയാണ്. റെഡ് കളർ പെൻ കേട്ടോ. റെഡ് പെൻ എടുത്തിട്ടാണ് ഈ മാർക്ക് ഞാനൊന്ന് വരയ്ക്കുന്നത്. ഐ എം യൂസിങ് മൈ ഇങ്ക് പെൻ. നിങ്ങളുടെ കയ്യിലുള്ള റെഡ് കളർ പെന്ന് വെച്ചിട്ട് വേണം ഈ മാർക്ക് കൊടുക്കാൻ. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു പാർട്ടിലേക്ക് എത്തി. ഈ ഒരു പാർട്ടിൽ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. സെയിം തന്നെ ഇവിടെയും നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓറഞ്ച് അവരുടെ ഹൗസ് ഉണ്ട്, ഗ്രിഫൻഡർ ഹൗസ്. ഗ്രിഫൻഡർ ഹൗസിൻ്റെ തീമിലാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലെ കളേഴ്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇൻ ഓർഡർ ഫോർ ദാറ്റ് നമ്മൾ ഫസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ഔട്ട്ലൈന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഗ്രിഫൻഡർ ഹൗസിൻ്റെ കളേഴ്സ് ഓറഞ്ച് ആൻഡ് യെല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഓറഞ്ച് ഫില്ല് ചെയ്തെടുക്കാം. എവിടെയൊക്കെ ഓറഞ്ച് ഉണ്ടോ ഇതിങ്ങനെ ബോക്സ് അല്ലേ, അപ്പോൾ ഇങ്ങനെ പതുക്കെ ഒറ്റ റേഞ്ചിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കൂ. നമ്മൾ ഇത്രയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പ് വരുന്നവിടേക്ക് നമുക്ക് യെല്ലോ കൊടുക്കാം. ഇത്രയും കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗമാണ്, അത് നമ്മൾ ബ്ലാക്ക്, കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് കൊടുക്കുന്നത്. സോ ഞാൻ ഇത് ആദ്യം ഔട്ട്ലൈൻ ഇടാണ്. ഞാൻ എപ്പോഴും ഔട്ട്ലൈൻ ഇട്ടിട്ടാണ് ഞാൻ ഫില്ലിങ്സ് തുടങ്ങുക, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പേസിൽ തന്നെ നിൽക്കും അത്.
ഈ ഒരു ഭാഗം കുറച്ച് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇത് ഓൾമോസ്റ്റ് തീരാനായി എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മാർക്കർ. അതാണ് ആ കളർ ഇത്തിരി ഒന്ന് ഇതായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക് ഫോർ ദ ഡേ. ഇത്രയും